പ്രിയമുള്ള കുട്ടികളെ, ഇനി നമ്മൾ പഠിക്കുന്നത് വാൻ ഡെ ഗ്രാഫ് ജനറേറ്ററാണ്. എന്താണ് വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ? ഇറ്റ് ഈസ് എ മെഷീൻ യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് വെരി ഹൈ പൊട്ടൻഷ്യൽസ് ഓഫ് ദ ഓർഡർ ഓഫ് എ ഫ്യൂ മില്യൺ വോൾട്ട്സ്, and the resulting electric field is used for accelerating charged particles, which are used for studying the structure of matter. അപ്പോൾ വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ എന്താണ്? ഇറ്റ് ഇസ് എ മെഷീൻ യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് വെരി ഹൈ പൊട്ടൻഷ്യൽസ് ഓഫ് ദ ഓർഡർ ഓഫ് ഫ്യൂ മില്യൺ വോൾട്ട്സ്. വളരെയധികം ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. മാത്രമല്ല ആ ഹൈ വോൾട്ടേജ് കൊണ്ട് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് യൂസ് ചെയ്തിട്ട് ചാർജ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യുന്നു. ആക്സിലറേറ്റ് ചെയ്ത പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് സ്ട്രക്ചർ ഓഫ് മാറ്റർ പഠിക്കാൻ കഴിയുന്നു. അതാണ് വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ എന്ന് പറയുന്നത്. ആ വാൻ ഡെ ഗ്രാഫ് ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് യൂസിങ് ദിസ് ഡയഗ്രാം. ഹിയർ ദിസ് ഈസ് എ ലാർജ് കണ്ടക്ടിങ് ഷെൽ and this is a small spherical conductor carrying a charge small q somehow introduced into the conducting shell, and this is the insulating handle used for holding the small sphere. Now if these two spheres are connected by means of a conducting wire, then all the charge on the inner sphere will be transferred to the outer sphere. This is the principle behind the വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ. അപ്പോൾ എന്താണ് വാൻ ഡെ ഗ്രാഫ് ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, ഇഫ് വി സംഹൗ ഇൻട്രൊഡ്യൂസ് എ ചാർജ് കണ്ടക്ടിങ് സ്ഫിയർ ഇൻ ടു എ ലാർജ് കണ്ടക്ടിങ് ഷെൽ, ആൻഡ് ഇഫ് ദ ടു സ്ഫിയേഴ്സ് ആർ കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് എ വയർ, ദെൻ ഓൾ ദ ചാർജ് ഇൻ ദ inner sphere will be transferred to the outer sphere. This is the principle behind the Van de Graaff generator. This principle can be mathematically explained. Why does this happen? ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ ഇന്നർ സ്ഫിയറിൽ നിന്ന് ഔട്ടർ സ്ഫിയറിലേക്ക് പോസിറ്റീവ് ചാർജസ് ഇങ്ങനെ ഫ്ലോ ചെയ്യാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. Here at any stage, let capital Q be the total charge on the outer shell and small q the charge on the inner sphere. The potential due to the charge capital Q on the outer shell is given by V equals 1 by 4 pi epsilon 0 into Q divided by R. This is the potential at every point on the surface and also inside the surface. Q എന്ന ചാർജ് കൊണ്ട് ഈ കണ്ടക്ടർ ഷെല്ലിൻ്റെ പുറമേയും ഉള്ളിലും ഉള്ള പൊട്ടൻഷ്യൽ ഇതാണ്. കാരണം നമുക്കറിയാം അകത്ത് ഫീൽഡ് എന്ന് പറയുന്ന സീറാണ്, ഇതുകൊണ്ടുള്ള ഫീൽഡ് എന്ന് പറയുന്ന സീറാണ്. അപ്പോൾ അതുകൊണ്ട് പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. സർഫസിലെ പൊട്ടൻഷ്യലായിട്ട് സെയിം ആയതാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് ഗൺ ബൈ വി ഇസിക്കൽ 1 by 4 pi epsilon 0 into Q by R. Now the potential due to the charge small q on the inner sphere on its own surface is given by 1 by 4 pi epsilon 0 into small q divided by small r, and due to this charge on the outer surface of the outer shell will be 1 by 4 pi epsilon 0 into q. പക്ഷേ ഡിസ്റ്റൻസ് ഇവിടെ ക്യാപിറ്റൽ ആർ ആകുന്നു, അതുകൊണ്ട് ബൈ ആർ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ ചാർജ് ക്യാപിറ്റൽ ക്യൂ അറ്റ് എവറി പോയിന്റ് ഓൺ ദ ഔട്ടർ ഷെൽ ആൻഡ് ഓൾസോ ഇൻസൈഡ് ദ ഷെൽ ഇസ് ഗോൺ ബൈ വി ഇസിക്കൽ 1 by 4 pi epsilon 0 into q by capital R, and the potential on the surface of the inner sphere due to the charge small q on it is given by 1 by 4 pi epsilon 0 into small q by r, and the potential on the outer sphere due to the charge on the inner sphere is given by 1 by 4 pi epsilon 0 into q by small q by capital R. Now we are going to find the potential at a point on the inner sphere as V at R. V at R means V at a distance R from the center. ഇതിൻ്റെ റേഡിയസ് ആർ ആയതുകൊണ്ട് അതിൻ്റെ സർഫസിൽ ഉള്ള പൊട്ടൻഷ്യൽ നമുക്കിങ്ങനെ സൂചിപ്പിക്കാൻ പറ്റും വി അറ്റ് ആർ എന്നുള്ള രീതിയിൽ. സോ ദിസ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ ലാർജ് ഷെൽ ഓൺ ദിസ് സ്ഫിയർ വിൽ ബി ദിസ്. സോ 1 by 4 pi epsilon 0 into q by capital R due to the outer sphere or due to the charge capital Q on the outer sphere, plus potential due to the inner sphere, that means 1 by 4 pi epsilon 0 into q divided by r.
ഇതിലെ ചാർജ് കൊണ്ട് അതിൻ്റെ സർഫസിൽ തന്നെയുള്ള പൊട്ടൻഷ്യൽ ഇത്, ഇവിടുത്തെ ചാർജ് കൊണ്ട് ഇതിൻ്റെ സർഫസിലുള്ളത് കാരണം ഇത്. അതിൻ്റെ കാരണം എന്താണ്? പൊട്ടൻഷ്യൽ അറ്റ് എവരി പോയിന്റ് വിൽ ബി ദ സെയിം. ഈ ഷെല്ലെന്ന് പറയുന്നത് അതിൽ ചാർജ് കൊണ്ട് മാത്രം പറയുമ്പോൾ ഒരു ഇക്യൂ പൊട്ടൻഷ്യൽ വോളിയമായിട്ട് തന്നെ കണക്കാക്കാം. അതാണ് നമ്മൾ ഇത് തന്നെ എഴുതിയ വാല്യൂ. ഇനി അടുത്തത് പൊട്ടൻഷ്യൽ ഓൺ ദ ഔട്ടർ ഷെൽ ഈസ് ഗോൺ ബൈ വി അറ്റ് ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ അറ്റ് എ ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ ഫ്രം ദ സെൻറ്റർ ഓൺ ദ സർഫസ് ആകുമ്പോൾ ഇറ്റ് ഈസ് ഗോൺ ബൈ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ക്യാപിറ്റൽ ക്യൂ. ദാറ്റ് മീൻസ് 1/4 pi epsilon 0 into capital Q by R. Then potential due to the charge small q on the outer shell, that means at a distance capital R, is given by this, that is 1/4 pi epsilon 0 into small q divided by capital R. So we can write V at R minus V at capital R. That means this is the potential difference between the two spheres. Potential of the inner sphere minus that of the outer sphere is given by subtracting 2 from 1. These two are the same, so they cancel out. So the difference will be 1/4 pi epsilon 0 into small q divided by R minus 1/4 pi epsilon 0 into small q divided by capital R. That means 1/4 pi epsilon 0 into small q into 1/r minus 1 by capital R. This will be q പോസിറ്റീവ് ആണ്, നമുക്കറിയാം. ഇത് പോസിറ്റീവാണ്, ഇതും പോസിറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? ദിസ് ഈസ് പോസിറ്റീവ്, then this is also positive. എന്താണ് എൻ്റെ കാരണം? കാരണം എന്ന് പറയുന്നത് R ലെസ് ദാൻ ക്യാപിറ്റൽ ആർ ആണ്. therefore 1/r minus 1/r greater than 1/capital R. so 1/r minus 1/capital R എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ ദിസ് വിൽ ബി പോസിറ്റീവ്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദിസ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ക്യാപിറ്റൽ ക്യൂ. ദാറ്റ് മീൻസ് whatever be the charge on the outer shell, the potential difference will be always positive. That means the inner sphere will always be at a higher potential with respect to the outer shell. So when they are connected by means of wire, all the charge on the inner sphere will be transferred to the outer sphere. Thus we can develop very high voltages. ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. Now the working of Van de Graaff generator. Van de Graaff generator consists of a huge conducting sphere supported by means of an insulating column. ഈ കാണുന്ന ഇൻസുലേറ്റിംഗ് കോളമാണ്. അതിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന വളരെ വലിയൊരു കണ്ടക്റ്റിംഗ് സ്ഫിയറാണ്, ഷെല്ലാണ് ഈ കാണുന്നത്. അതിൻ്റെ മെയിൻ ഭാഗം അതാണ്. നൗ there are two pulleys, one at the center of the shell and the other at the bottom. ഇപ്പോൾ മുകളിൽ ഇതിൻ്റെ സെൻറ്ററിലാണ് ഒരു പുള്ളി ഇരിക്കുന്നത്, മറ്റത് താഴെ. An insulating belt passes over the pulley. The lower pulley is driven by a motor. മോട്ടോർ ഡ്രിവൺ ആയുള്ള ലോവർ പുള്ളി ഇതാണ്. അതിങ്ങനെ ടേൺ ചെയ്യുമ്പോൾ ദിസ് ബെൽറ്റ് മൂവ്സ് ലൈക്ക് ദിസ്. Now near the lower part, near the belt, there is a metal brush. This metal brush delivers charge from a source. ഒരു സോഴ്സിൽ നിന്ന് പോസിറ്റീവ് ചാർജസ് ആർ സ്പ്രേഡ് ഓൺ ടു ദ ബെൽറ്റ്. ഒരു സോഴ്സിൽ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ടെൻഷൻ ബാറ്ററിയുടെ പോസിറ്റീവ് ഈ ബ്രഷിൽ കൊടുക്കുന്നു, നെഗറ്റീവ് എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജസ് വിൽ ബി സ്പ്രേഡ് ഓൺ ടു ദ ബെൽറ്റ്. ആസ് ദ ബെൽറ്റ് മൂവ്സ് അപ്പ്, the positive charges are carried in the upward direction. When it reaches here at the top, there is another metal brush. Through the metal brush, these positive charges will be transferred to the outer surface of the shell. Positive charges will be transferred to the outer surface of the shell. Thus, as the belt moves continuously, charges will be continuously accumulated on the outer surface of the shell. Thus very high voltages can be created. This happens until
the field due to the high potential developed is near the breakdown potential of air. Breakdown field of air. Breakdown field of air എന്താണ്? It is about 3 into 10 raised to 6 volt per meter. ഇത്രയും ഹൈ ആയിട്ടുള്ള ഒരു ഫീൽഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അത്രയും ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാവുന്ന അതിൻ്റെ അടുത്ത ഒരു പൊട്ടൻഷ്യൽ വരെയും ഈ രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് വാൻ ഡെ ഗ്രാഫ് ജനറേറ്ററിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇതിൽ ഓരോ പാർട്സും ക്ലിയർ ആണ്. ഈ ഭാഗത്ത് ഗ്രൗണ്ടഡ് മെറ്റൽ ബേസ് കാണിച്ചിട്ടുണ്ട്. അതായത് ചാർജസ് ലീക്ക് ഔട്ട് ചെയ്ത് പോകാതിരിക്കാൻ കൂടി ആണ് താഴെ ഉള്ള ആ മെറ്റൽ ബേസ് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്, സീറോ പൊട്ടൻഷ്യലാക്കാൻ വേണ്ടി ആ ഭാഗം. ഓക്കെ, ഇതാണ് വാൻ ഡെ ഗ്രാഫ് ജനറേറ്ററിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു പ്രോബ്ലം നോക്കാം. A parallel plate capacitor with air between the plates has a capacitance of 8 picofarad. So capacitance C is equal to 8 picofarad equals 8 into 10 raised to minus 12 farad. Picofarad means 10 raised to minus 12 farad. What will be the capacitance if the distance between the plates is reduced by half? അപ്പോൾ പ്ലേറ്റ്സിനടുക്കൽ ഡിസ്റ്റൻസ് ഡിയിൽ നിന്ന് ഡി ബൈ ടു ആക്കി മാറ്റുന്നു. ദാറ്റ് മീൻസ് ഡി ബിക്കംസ് ഡി ബൈ ടു, ദെൻ ഹാഫ് ആൻഡ് ദ സ്പേസ് ബിറ്റ്വീൻ ദം ഈസ് ഫിൽഡ് വിത്ത് എ സബ്സ്റ്റൻസ് ഓഫ് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് 6. ദാറ്റ് മീൻസ് എപ്സിലോൺ ആർ ഈക്വൽ 6. So the relation between distance and capacitance is given by epsilon 0 A divided by D. This is the capacitance without any dielectric. So it may be written as C0. Now the new capacitance is given by epsilon 0 into epsilon R into A by D by 2. Because distance is reduced to d by 2, then and also dielectric is introduced. So this is the expression. Then capacitance C is to be calculated. So we get C by C0 equals C divided by C0. എന്തായിരിക്കും C by C0? എപ്സിലോൺ 0 A by D പോകും, 2 മുകളിലേക്ക് പോയാൽ 2 എപ്സിലോൺ R വരും അവിടെ. സോ വി ഗെറ്റ് സി ബൈ സി സീറോ ഈക്വൽസ് 2 എപ്സിലോൺ ആർ. എപ്സിലോൺ 0 എ ബൈ ഡി ക്യാൻസൽ ചെയ്ത് പോയി, 2 മുകളിലേക്ക് പോയി. സോ 2 എപ്സിലോൺ ആർ. ദെർഫോർ സി ഈസ് ഈക്വൽ ടു 2 എപ്സിലോൺ ആർ ഇൻറ്റു സി സീറോ. ദാറ്റ് മീൻസ് 2 ഇൻറ്റു 6 ഇൻറ്റു സി സീറോ മീൻസ് 8 പൈക്കോഫാരഡ്. പൈക്കോഫാരഡിനെ കാണുകയാണെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ദിസ് വിൽ ബി 8 ഇൻറ്റു 6 ഇൻറ്റു 2 മീൻസ് 96 പൈക്കോഫാരഡ് വിൽ ബി ദ ആൻസർ. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 3 capacitors, each of capacitance 9 picofarad are connected in series. A. What is the total capacitance of the combination? B. What is the potential difference across each capacitor if the combination is connected to 120 volt supply? Here the series combination, the effective capacitance of the series combination is given by 1 by C equals 1 by C1 plus 1 by C2 plus 1 by C3. All these capacitances are equal. So this is given by 1 by 9 plus 1 by 9 plus 1 by 9 equals 3 by 9 equals 1 by 3. So we get C is equal to 3 picofarad. Combination A part answer ആണിത്. So the effective capacitance only 3 picofarad. എല്ലാം ഈക്വൽ ആണെങ്കിൽ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടും എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. 9 divided by 3 ആണ്. What is the potential difference across each capacitor if the combination is connected to 120 volt? അപ്പോൾ 120 വോൾട്ടുമായിട്ട് കോമ്പിനേഷൻ കണക്ട് ചെയ്യുമ്പോൾ
നമുക്കറിയാം എല്ലാത്തിൻ്റെ കപ്പാസിറ്റൻസ് സെയിം ആയതുകൊണ്ട് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഓൾ ദ കപ്പാസിറ്റേഴ്സ് വിൽ ബി ദ സെയിം, ഈക്വൽ ആയിരിക്കും. അത് അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ആകെ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ 1/3 സോ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എനി കപ്പാസിറ്റർ പി ഡി അക്രോസ് ഈച്ച് വിൽ ബി 120 divided by 3 equals 40 volts. ഓരോന്നിനും 40 വോൾട്ട് ആയിരിക്കും. വാട്ട് ഈസ് ദ പി ഡി അക്രോസ് ഈച്ച് ഓഫ് ദ കപ്പാസിറ്റർ? സോ 40 വോൾട്ട് വിൽ ബി ദ പി ഡി അക്രോസ് ഈച്ച് കപ്പാസിറ്റർ. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം നോക്കുക. 3 capacitors of capacitance 2 picofarad, 3 picofarad and 4 picofarad are connected in parallel. A. What is the total capacitance of the combination? B. Determine the charge on each capacitor if the combination is connected to a 100 volt supply. നമുക്കറിയാം പാരലൽ കോമ്പിനേഷനിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് സം ഓഫ് ദ കപ്പാസിറ്റൻസ് ആണ്. ദാറ്റ് മീൻസ് C is given by C1 plus C2 plus C3 equals 2 plus 3 plus 4 equals 9 picofarad. This is the answer to the A part. Determine the charge on each capacitor if the combination is connected to a 100 watt supply. So in B part the potential difference applied is given by 100 volt. Then since this 100 volt is the same across all the capacitors, we can write the charge on each capacitor as Q1 equals C1V, Q2 equals C2V and Q3 equals C3V. This means C1 is 2 picofarad, so 2 into 10 raised to minus 12 into V is the same 100, so we get this is 2 into 10 raised to minus 10, so much coulomb. Then Q2 means C2 means 3, so 3 into 10 raised to minus 12 into 100, so this is equal to 3 into 10 raised to minus 10 coulomb. Then Q3 is equal to C3 means 4, so 4 into 10 raised to minus 12 into 100 equals 4 into 10 raised to minus 10 coulomb. So these are the charges stored in all the 3 capacitors. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A 12 picofarad capacitor is connected to a 50 volt battery. How much electrostatic energy is stored in the capacitor? ഇവിടെ തന്നിട്ടുള്ള നമ്മൾ എഴുതുക C is equal to 12 picofarad means 12 into 10 raised to minus 12 farad. Then voltage applied is 50 volt. How much electrostatic energy is stored in the capacitor? Direct question. Electrostatic energy is given by energy equals half CV square. So this is equal to half into C means 12 into 10 raised to minus 12 into V means 50, so 50 square. Simplifying 6 into 25 into 10 raised to minus 12 into 10 square. So this will be 150 into 10 raised to minus 10, or it is 1.5 into 10 raised to minus 8 joules. 1.5 into 10 raised to minus 8 joules. നമുക്കിനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A 600 pf capacitor is charged by a 200 volt supply. It is then disconnected from the supply and is connected to another uncharged 600 pf capacitor. How much electrostatic energy is lost in the process? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ രണ്ടും ഒരേ കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്റേഴ്സ് ആണ്.
ആദ്യത്തത് 200 വോൾട്ട് സപ്ലൈ ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്നു. സോ വി ക്യാൻ റൈറ്റ് the capacitance of the first capacitor is 600 pf equals 600 into 10 raised to minus 12 farad. Then voltage applied is 200 volt. So the charge on the first capacitor will be Q is equal to CV equal to 600 into 10 raised to minus 12 into 200 equals 12 into 10 raised to minus 8 coulomb. Qൻ്റെ വാല്യൂ ഇതാണ്. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ കപ്പാസിറ്റർ കൊടുക്കുന്ന ചാർജാണ് രണ്ട് കപ്പാസിറ്റേഴ്സും ഷെയർ ചെയ്യുന്നത്. അത് രണ്ടിൻ്റെ കപ്പാസിറ്റർ സെയിം ആയതുകൊണ്ട് ഈക്വലായിട്ട് ഷെയർ ചെയ്യും. അതുകൊണ്ട് ഒന്നിന് കിട്ടുന്ന ചാർജ് എന്ന് പറയുന്നത് Q/2 ആയിരിക്കും. അതുകൊണ്ട് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള എനർജിയുടെ എക്സ്പ്രഷൻ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. നമുക്കറിയാം 3 എക്സ്പ്രഷൻസ് ഉണ്ട്. എനർജി സ്റ്റോറിൻ്റെ കപ്പാസിറ്റിന് ഹാഫ് CV² ഒരെണ്ണം, അടുത്തത് Q²/2C, അടുത്തത് ഹാഫ് QV. ഇപ്പോൾ ഇവിടെ Q²/2C ഉപയോഗിച്ച് നമ്മൾ ആദ്യത്തെ എനർജി കണ്ടുപിടിക്കും. എന്ന് പറഞ്ഞാൽ ബിഫോർ കണക്ഷൻ the total energy of the two capacitors is given by E1 equals energy of the first capacitor means Q²/2C and energy of the second capacitor is equal to 0. So this plus 0 equals Q²/2C. Now these two capacitors are connected. When they are connected, they share the charges equally. So the new total energy is given by, after connection, the total energy is given by E2 equals energy of the first capacitor. The charge is now Q/2, so whole square divided by 2C, plus energy of the second capacitor, that means Q/2 whole square divided by 2C. This means Q² divided by 8C plus Q² divided by 8C means Q² divided by 4C equals half into Q²/2C. ഹാഫ് ഇൻറ്റു Q²/2C എന്ന് കിട്ടും E2 എന്ന് പറയുന്നത്. സോ ദ ലോസ് ഓഫ് എനർജി ഇസ് ഗൺ ബൈ എനർജി ലോസ്റ്റ് ഈക്വൽസ് എനർജി ലോസ്റ്റ് ഈക്വൽസ് ദ ഇനിഷ്യൽ ടോട്ടൽ എനർജി E1 മൈനസ് ദ ഫൈനൽ ടോട്ടൽ എനർജി E2 ഈക്വൽസ് ഇനിഷ്യൽ ടോട്ടൽ എനർജി മീൻസ് Q²/2C then മൈനസ് ഹാഫ് ഇൻറ്റു Q²/2C. ഇത് എക്സ് ആണെങ്കിൽ മൈനസ് ഹാഫ് എക്സ് മീൻസ് ഹാഫ് എക്സ്. സോ ദിസ് ഈസ് ഈക്വൽ ടു Q²/2 ഇൻറ്റു 2C. ദാറ്റ്സ് ഈക്വൽ ടു, we can write the value of Q as 12 into 10 raised to minus 8 whole square is Q² divided by 4C. 4C means 4 into 600 into 10 raised to minus 12. So that's equal to, simplify എന്ത് കിട്ടും നോക്കി, this is 12 into 12 into 10 raised to minus 16 divided by 24 into 10 raised to minus 8. 24 into 10 raised to minus 10 വരും. 24 into 10 raised to minus 10, this is 10. So the value will be 12 24 cancel ചെയ്യും, 2 കിട്ടും. Then this will be 6 into എന്ത് കിട്ടും, 10 raised to minus 6. So the answer will be 6 into 10 raised to minus 6 joules. This is the energy lost by the combination.